അറിയപ്പെടാതെ പോകുന്ന സത്യങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ബാബു. ഇന്നത്തെ വാർത്താമാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു സങ്കടകരമായ വാർത്തയാണ് വീണ്ടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരു ചെറുപ്പക്കാരനെ കാട്ടാന കൊന്നു. അമ്മയെ ആശുപത്രിയിലാണ്. ഇത് നമ്മൾ സ്ഥിരം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ് മടുത്തു. ഇന്ത്യൻ ഭരണഘടന മൃഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം. മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കാരണം എത്ര മനുഷ്യരെയാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് കാട്ടുമൃഗങ്ങൾ കൊന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത ശ്രദ്ധിക്കാൻ TV-യിൽ ഞാൻ കണ്ടതാണ്. ഒരു പുലി ഒരു വീടിൻ്റെ മുറ്റത്ത് നിന്നൊരു കുഞ്ഞിനെ എടുക്കാനായിട്ട് വന്നു. ഏതായാലും അവിടെ ഉണ്ടായിരുന്ന പട്ടിയും എല്ലാം കൂടെ ബഹളം വെച്ച് ആ പുലി ഓടിക്കളയുന്നതായിട്ട് നമ്മൾ കണ്ടു. വീടിന് മുറ്റത്തിരിന്ന് കളിക്കുന്ന കുഞ്ഞിനെയാണ്. കാട്ടിൽ കയറിപ്പോയി മൃഗങ്ങളുടെ ആവാസവ്യവസ്ഥയെ പ്രവർത്തിച്ചതൊന്നുമല്ല. പക്ഷേ ഇതിലൊക്കെ സങ്കടകരമായൊരു സംഗതി, ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, ഒരമ്മ ആശുപത്രിയിലാണ്. പക്ഷേ ഇവിടുത്തെ ഈ മൃഗങ്ങളെ സ്നേഹിക്കുന്ന, മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന, മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒച്ചപ്പാടുണ്ടാക്കുന്ന, മൃഗങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗങ്ങളും ചെയ്യുന്ന ഈ ആളുകളൊന്നും ഒരു പ്രസ്താവന പോലും ഇറക്കി കേട്ടില്ല. ഒരു യുവാവിൻ്റെ മരണം ഒരു കുടുംബത്തിൻ്റെ തകർച്ചയാണ്. ആ ഒരു കുടുംബം ഇല്ലാതെ പോയില്ലേ. 5 ലക്ഷമോ 10 ലക്ഷമോ ആ കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നഷ്ടം നികത്തുമോ? പറയുന്നത് എന്താ? നിയമം അങ്ങനെയാണ് എന്നാണ്. നമ്മൾ നിയമം അനുസരിക്കണമെന്നാണ്. ഈ നിയമം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നിയമം എത്ര പേരനുസരിക്കുന്നുണ്ട്? ഈ പാവപ്പെട്ട കൃഷിക്കാരനും സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലെന്ന് സമൂഹം മുദ്ര കുത്തപ്പെടുന്നവരുമല്ലാതെ ആരാണ് നിയമം അനുസരിക്കുന്നത്? ബാക്കിയുള്ളവർക്കൊക്കെ നിയമത്തിന് പഴുതുകളുണ്ട്. അവർ സംരക്ഷിക്കാനാണ് നിയമം. പക്ഷേ ഇവിടെ പാവപ്പെട്ടവനെ എങ്ങനെ കുരുക്കാമെന്നാണ് നിയമം നോക്കുന്നത്. ആ ഒരു ചെറുപ്പക്കാരനെ ആന കൊന്നു. എൻ്റെ അമ്മ ആശുപത്രിയിലാണ്. ആ ഒരു പുലി ഒരു കൊച്ചിനെടുക്കാൻ വരുന്ന വീഡിയോ CCTV-യിൽ കിട്ടിയതാണ്. നമ്മുടെ ടെലിവിഷനിനകത്തൂടെ എല്ലാം കണ്ടു. ശരിക്കും ഞെട്ടിപ്പോവുക ചെയ്തത്. ഇതിനൊരു തീരുമാനം വേണ്ടേ? എനിക്കിവിടുത്തെ അധികാരികളോട് അപേക്ഷിക്കാനുള്ളത്, ഇതിനെന്തെങ്കിലും നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഇങ്ങനെ മനുഷ്യൻ ജീവൻ കളഞ്ഞ് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. വനമില്ലാത്ത ആലപ്പുഴയിൽ പോലും കാട്ടുപന്നി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വനം ഒരല്പം പോലും ഇല്ലാത്ത ആലപ്പുഴയിൽ പോലും കാട്ടുപന്നി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് അവസ്ഥ? നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചതാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഇവിടുന്ന് പോകുന്ന MP-മാരോ അല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട ആളുകളോ ഈ നിയമത്തിനൊരു മാറ്റം വരുത്തണം. മനുഷ്യരെ ആക്രമിക്കുന്ന, മനുഷ്യരുടെ ജീവിത സ്ഥലത്ത് കയറുന്ന മൃഗങ്ങളെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും നിയമങ്ങൾക്ക് മാറ്റം വരുത്തണം. കാരണം ഇതിനു മുമ്പ് ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു, മൃഗങ്ങളും ജീവിച്ചിരുന്നു. ആ മാറ്റം വരുത്താതെ ഇവിടെ അവസാനം മനുഷ്യനില്ലാതെ ഒരു മൃഗങ്ങൾ മാത്രമാകുക. മൃഗങ്ങൾക്ക് മനുഷ്യനെ ഭയമില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ഇതുവരെ ഒരു മൃഗസ്നേഹികളും പ്രകൃതി സ്നേഹികളും ഒരക്ഷരം മിണ്ടിയതായിട്ട് കാണുന്നില്ല. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കാട്ടാന കൊന്നിട്ട്
അതിനൊരു അനുശോചനം രേഖപ്പെടുത്താൻ പോലും ഇവിടുത്തെ മൃഗസ്നേഹികൾക്ക് പറ്റിയില്ല. പിന്നെ നിങ്ങളെന്ത് ഈ മൃഗസ്നേഹികളെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ഇറച്ചി തിന്നും, മീൻ തിന്നും, ഭയങ്കര മൃഗസ്നേഹമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കോടതി മുഖേനയോ, കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനയിൽ നിയമം ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ, കൃഷിക്കാരെ, ആദിവാസികളെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു നടപടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യണം. ഇവർക്കൊരു കണക്കുകൂട്ടലുണ്ട്. ഒരാൾ മരിച്ചാൽ ആളുകൾ സമരം ചെയ്യും, 10 ലക്ഷം രൂപ കൊടുത്താൽ പ്രശ്നം തീരും. ഒരു ജീവന് 10 ലക്ഷം രൂപയാണ് ഒരു വില കൽപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി 50 ലക്ഷവും 1 കോടിയൊക്കെ ആളുകൾ മുടക്കിയ ഓരോ ജീവൻ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ചെറുപ്പക്കാരായ ആളുകളുടെ ജീവന് 10 ലക്ഷം. ഒരു ഇൻഷുറൻസ് കമ്പനി പോലൊരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ പ്രായവും കണക്ക് കൂട്ടിയാണ്, അയാൾക്ക് എത്ര വർഷം ജോലി ചെയ്യാൻ കഴിയും, അയാളുടെ തൊഴിൽ മേഖല അനുസരിച്ചാണ് കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഇൻഷുറൻസ് അനുവദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇതൊന്നുമില്ല. ഈ പാവപ്പെട്ട കൃഷിക്കാർ ഈ ആനയും പന്നിയെ ഒന്ന് കല്ലെടുത്തെറിയാൻ പോലും നിയമമില്ലെന്നാണ്. എറിഞ്ഞ് ഒരാൾ പരാതിപ്പെടാം, പന്നി എറിയെന്ന് പറഞ്ഞാൽ ഇവൻ ജീവിതകാലം മുഴുവൻ ഈ കോടതി കയറി ഇറങ്ങണം. ആനയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങണം. അതുകൊണ്ട് ദയവേത് എന്തെങ്കിലും ഒരു തീരുമാനം ബഹുമാനപ്പെട്ട അധികാരികളെല്ലാം കൂടെ എടുക്കണം. ഒരു നിയമത്തിൻ്റെ മാറ്റം വരുത്തുവോ, അല്ലെങ്കിൽ അക്രമകാരികളായ മൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് മറ്റെന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യുമോ, അല്ലേ തിരിച്ച് മനുഷ്യനെ അവയെ ഉപദ്രവിക്കാനുള്ള ഒരു അനുവാദമെങ്കിലും, കടിക്കാൻ വരുന്ന പട്ടിയെ ഒരു കല്ലെടുത്ത് എറിയാനുള്ള ഒരു അനുവാദമെങ്കിലും ദയവ് ചെയ്ത് കൊടുക്കണം എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ആരും ശ്രദ്ധിക്കില്ല. ഇത് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു മൃഗത്തെ ഒരു പന്നിയെ ഒരാളൊരുത്തൻ വെടിവെച്ച് കൊന്നാൽ അവൻ്റെ പുറകെ ഭയങ്കര പ്രശ്നങ്ങളും കോടതി നിയമവും വനപാലകരും പോലീസും മീഡിയയും എല്ലാം ഉണ്ടാവും. ഒരു പട്ടിയെ തല്ലി കൊന്നാൽ, ഒരു പേപ്പട്ടിയെ കൊന്നാൽ പോലും അവൻ്റെ പേരിൽ നിയമം ഉണ്ടാവും. പക്ഷെ മനുഷ്യനെ ഇവയൊന്നും കൊന്നു കഴിഞ്ഞാൽ ഒരു നിയമം ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. ചിലപ്പോൾ സമരം ചെയ്താൽ 5 ലക്ഷം രൂപ കിട്ടും, പോയവന് പോയി. അതുകൊണ്ട് എല്ലാവരും ഇതിനു മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു.